ഹിമാലയ രാജ്യമായ നേപ്പാൾ വീണ്ടും അസ്വസ്ഥം. 17 വർഷം മുൻപ് അവസാനിപ്പിച്ച രാജഭരണം തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധം പ്രക്ഷോഭമായി മാറുകയാണ് നേപ്പാളിൽ. അക്രമാസക്തരായ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ സുരക്ഷാ ഭടന്മാർ പലയിടത്തും കണ്ണീർവാതക പ്രയോഗങ്ങളും വെടിവയ്പും നടത്തി. വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രക്ഷോഭത്തിന്റെ മുഖ്യസൂത്രധാരനായ ദുർഗാപ്രസായിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2.5 നൂറ്റാണ്ടിലേറെയുള്ള രാജഭരണത്തിൽ അടിച്ചമർത്തലിന്റെയും അസ്വാതന്ത്ര്യത്തിന്റെയും ദുരന്തങ്ങൾക്ക് സാക്ഷിയായ നേപ്പാളിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് രാജഭരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെടുന്നത്? അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. നേപ്പാളിലെ അവസാനത്തെ രാജാവായ ഗ്യാനേന്ദ്ര ബീർ ബിക്രം ഷാ മാർച്ച് 9-ന് പൊഖാറയിലെ അവധിയാഘോഷം കഴിഞ്ഞ് കാഠ്മണ്ഡു വിമാനത്താവളത്തിലെത്തിയപ്പോൾ പതിവില്ലാതെ അദ്ദേഹത്തെ വരവേൽക്കാൻ 10,000-കണക്കിന് ആളുകൾ പുറത്ത് തടിച്ചുകൂടിയിരുന്നു. രാജാവെ തിരികെ വരൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇതിനുശേഷമാണ് രാജഭരണം തിരിച്ചുവരണമെന്നും നേപ്പാളിനെ വീണ്ടും ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നുമുള്ള പ്രതിഷേധം ശക്തമായത്. നേപ്പാളിൽ രാജവാഴ്ച അവസാനിച്ചിട്ട് 17 വർഷമായി. 2015-ൽ സ്വീകരിച്ച ഭരണഘടന പ്രകാരം മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് നേപ്പാൾ. ജനാധിപത്യ പാർട്ടികൾ നിറഞ്ഞ നേപ്പാൾ ഭരണകൂടത്തിൽ പൊറുതിമുട്ടിയാണ് ഒരിക്കൽ ജനങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങി അവസാനിപ്പിച്ച രാജവാഴ്ച വീണ്ടും വേണമെന്ന ആവശ്യവുമായി അവർ മുന്നോട്ട് വന്നത്. മാർച്ച് 28-ന് തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ രാജവാഴ്ച അനുകൂലികളുടെ പ്രതിഷേധം ഭരണകൂടത്തെ ഞെട്ടിച്ചു. പ്രതിഷേധം അക്രമാസക്തമായപ്പോൾ പോലീസും സൈന്യവും രംഗത്തിറങ്ങി. വ്യാപാര സ്ഥാപനങ്ങളും മറ്റും കത്തിച്ച പ്രക്ഷോഭകാരികളെ നേരിടാൻ കണ്ണീർവാതക പ്രയോഗവും വെടിവയ്പും ഉണ്ടായി. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. 100-കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു. സുരക്ഷാ വലയങ്ങളെല്ലാം ഭേദിച്ച് ഇപ്പോഴും രാജഭരണം തിരികെ വേണമെന്ന് മുദ്രാവാക്യമുയർത്തി 10,000-ങ്ങൾ പ്രക്ഷോഭ രംഗത്താണ്. നേപ്പാൾ പോലൊരു പരമ്പരാഗത സമൂഹത്തിൽ നാനാത്വത്തിലെ ഏകത്വത്തിന്റെ പ്രതീകമായി രാജാവ് വേണമെന്നാണ് ജനങ്ങളിൽ കുറെ പേരുടെ ആവശ്യം. 2021-ലും 2023-ലും രാജവാഴ്ച അനുകൂലികൾ ചില പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും അത്ര ഗൌരവമുള്ളതായി ആരും പരിഗണിച്ചില്ല. എന്നാൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് തീവ്രത കൂടുതലാണ്. പ്രതിഷേധങ്ങളിൽ അണിചേരുന്നവരുടെ ബാഹുല്യം സർക്കാരിനെയും ജനാധിപത്യ പാർട്ടികളെയും ഞെട്ടിപ്പിക്കുന്നു. വരും ദിവസങ്ങൾ രാജവാഴ്ച അനുകൂലികളുടെ പ്രതിഷേധങ്ങൾ കൊണ്ട് നേപ്പാളിന്റെ അന്തരീക്ഷം സംഘർഷഭരിതമാകുമെന്നാണ് മുന്നറിയിപ്പ്. നേപ്പാളിൽ ദേശീയ ജനാധിപത്യ ദിനമായി ആചരിക്കുന്ന ഫെബ്രുവരി 19-ന് രാജ്യത്തെ അവസാനത്തെ രാജാവായിരുന്ന ഗ്യാനേന്ദ്ര ബീർ ബിക്രം ഷാ പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശമാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയതെന്നാണ് ചിലരുടെ നിഗമനം. രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വലിയ ത്യാഗമാണ് ചെയ്തത്. ജനങ്ങളുടെ നന്മയ്ക്കായി ഞങ്ങളുടെ പദവികളും അധികാരങ്ങളും വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ സമയമായിരിക്കുന്നു. ഈ രാജ്യത്തെ രക്ഷിക്കാനും അതിന്റെ ഐക്യം നിലനിർത്തി പുരോഗതി സാധ്യമാക്കാൻ ജനങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെടുന്നതായിരുന്നു ഗ്യാനേന്ദ്രയുടെ വീഡിയോ സന്ദേശം. രാജ്യഭരണം പുനഃസ്ഥാപിക്കാൻ പിന്തുണ വേണമെന്ന് ഗ്യാനേന്ദ്ര തുറന്നു പറഞ്ഞില്ലെങ്കിലും അതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. വീഡിയോ വന്നതിന് ശേഷം സംഭവിച്ചതെല്ലാം പെട്ടെന്നായിരുന്നു. രാജഭരണം തിരികെ കൊണ്ടുവരാനായി 80 കഴിഞ്ഞ നവരാജ് സുബോധി കൺവീനറായി സമിതിക്ക് രൂപം കൊടുത്തു. നേപ്പാളിനെ ജനാധിപത്യ ബഹുസ്വര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച 2015-ലെ ഭരണഘടനയ്ക്ക് പകരം രാജഭരണം വ്യവസ്ഥ ചെയ്യുന്ന 1991-ലെ ഭരണഘടന തിരികെ കൊണ്ടുവരണമെന്നാണ് പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം. നേപ്പാളിൽ ഹിന്ദു രാജഭരണം പുനഃസ്ഥാപിക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രക്ഷോഭകാരികൾ ജോയിന്റ് പീപ്പിൾസ് മൂവ്മെന്റ് കമ്മിറ്റിക്കും രൂപം നൽകി. മുൻ മാവോയിസ്റ്റ് നേതാവായിരുന്ന ദുർഗാപ്രസായി കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്തെത്തിയത് നേപ്പാൾ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചു. രാജവാഴ്ചയെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി എന്ന RPPയും സമാന ആശയങ്ങളോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി നേപ്പാളും ചില ഹിന്ദു സംഘടനകളും ചേർന്ന് ആരംഭിച്ച പ്രതിഷേധം നേപ്പാൾ ഭരണകൂടത്തെ പിടിച്ചുകുലുക്കുകയാണിപ്പോൾ. ഇതേസമയം രാജഭരണത്തിനെതിരെ ഇടതുപക്ഷത്തിന്റെ റാലികളും നടന്നു. മാർച്ച് 28-ന് കാഠ്മണ്ഡുവിൽ നടന്ന പ്രതിഷേധത്തിൽ മാവോയിസ്റ്റ് സെന്റർ നേതാവ് പുഷ്പകമൽ ദഹലും യൂണിഫൈഡ് സോഷ്യലിസ്റ്റ് നേതാവ് മാധവ് കുമാർ നേപ്പാളും ഗ്യാനേന്ദ്രയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു. വീണ്ടും രാജ്യം ഭരിക്കാമെന്ന സ്വപ്നം കാണണ്ട എന്നും അവർ ഗ്യാനേന്ദ്രയ്ക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഗ്യാനേന്ദ്രയെ അവഹേളിച്ച് 2 നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജാനുകൂലികൾ പ്രതിഷേധം ശക്തമാക്കി. ഇതേ തുടർന്ന് രാജഭരണം പുനഃസ്ഥാപിക്കാൻ രൂപം കൊടുത്ത സമിതിയുടെ കൺവീനർ സുബേദിയെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ ഭരണകൂടം വീട്ടുതടങ്കലിലാക്കി. പാർലമെന്റ് സമ്മേളനത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഗ്യാനേന്ദ്രയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ധൈര്യമുണ്ടെങ്കിൽ ഗ്യാനേന്ദ്രയെ തൊട്ടുനോക്കൂ എന്ന് RPP അംഗങ്ങൾ പാർലമെന്റിൽ തന്നെ മുന്നറിയിപ്പ് നൽകി. ഗ്യാനേന്ദ്രയെ പിന്തുണയ്ക്കുന്ന RPPക്ക് 275 അംഗ നേപ്പാൾ അധോസഭയിൽ 14 സീറ്റുണ്ട്.
കഴിഞ്ഞ തവണയുണ്ടായിരുന്ന ഒരു സീറ്റിൽ നിന്നാണ് RPPയുടെ ഇപ്പോഴത്തെ വളർച്ച. അതിനിടെ രാജഭരണാനുകൂല പ്രക്ഷോഭം ആളിക്കത്തിച്ചത് ഇന്ത്യയാണെന്ന് പ്രധാനമന്ത്രി ശർമ്മ ഒലി ആരോപിച്ചു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ ജ്ഞാനേന്ദ്രയുടെ ചിത്രത്തിനൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ചിത്രവും ഉയർത്തിപ്പിടിച്ചതാണ് ഇങ്ങനെയൊരു ആരോപണത്തിനിടയാക്കിയത്. യോഗി ആദിത്യനാഥ് മുഖ്യപുരോഹിതനായ ഗോരഖ്നാഥ് മഠത്തിന് നേപ്പാൾ രാജകുടുംബവുമായി ചരിത്രപരമായ ബന്ധമുണ്ട്.